നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മിക്ക ആളുകളുടെയും ഒരു വീക്ക്നെസ്, അതായത് അവരുടെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അവർക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിന്നിട്ട് അവരുടെ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിന്നിട്ട് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങൾക്ക് ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ വൺ വിൽ കം ടു സേവ് യു. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടഫ് ടൈംസിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിക്ക ആളുകളും അവരുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരൊരു ലക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്നാൽ ആക്ച്വലി വിന്നേഴ്സ് എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തതിന് ശേഷം അവർ ഒറ്റയ്ക്കാണ് സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ പവർ ഓഫ് സോളിറ്റ്യൂഡ്. അതായത് ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ലോകത്തുള്ള മിക്ക സക്സസ്ഫുൾ ആയ ആളുകളെ എടുത്ത് നോക്കിയുള്ളൂ, അവരൊക്കെ അവരുടെ ലൈഫ് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തിട്ടായിരിക്കും അവർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അവരൊരിക്കലും വേറൊരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു ആരെങ്കിലും എന്നെ വന്നിട്ടൊന്ന് പുഷ് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർ ലക്കിന് വേണ്ടിയിട്ടോ ഒരിക്കലും അവർ വെയിറ്റ് ചെയ്യില്ല. അവർ ഒറ്റയ്ക്കായിട്ട് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അവരുടെ സക്സസ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സർവൈവൽ സ്കില്ലാണ്. അതായത് നിങ്ങൾക്ക് ഇമോഷണലി, അതേപോലെ മെൻ്റലി, അതേപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ സ്വയം തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോബ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങൾ എങ്ങനെ സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാമെന്നാണ് ഫിസിക്കലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, നിങ്ങൾ വേണ്ട ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ ആൻഡ് വീക്ക്നെസ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ ഈ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുക. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് അതെല്ലാം നിങ്ങൾ മാക്സിമം സമയം നിങ്ങളുടെ ഒരു ഫ്രീ ടൈമും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അൺനെസസറി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നിങ്ങളത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു സമയം ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പും അതേപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ഇന്ന് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈം റിസൾട്ടും ഉണ്ടാവും, ഷോർട്ട് ടൈം റിസൾട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ലോങ് ടൈമിലുള്ള ഒരു പ്ലഷറും ഹാപ്പിനെസ്സും ഉണ്ടാവും. അതേപോലെ തന്നെ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് തരുന്ന ഒരു പ്ലഷറും ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നിങ്ങളുടെ ഒരു പ്ലഷറും ഹാപ്പിനെസ്സും കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിൽ ആ ഒരു പ്ലഷറും ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ല നിങ്ങളൊരു ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്പോഴത്തെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു ലോങ് ടൈമിലുള്ള നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കളയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അതൊരു വളരെ മോശം തീരുമാനമായിരിക്കും. നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുക. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ഡ്രഗ്സ്, MDMA ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവാർഡ് എന്ന് പറയുന്നത് വെറും ഷോർട്ട് ടേം മാത്രമാണ്. ആ ഒരു ഷോർട്ട് ടേമിൻ്റെ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ അവർ അനുഭവിക്കാൻ പോകുന്ന പെയിന്, അവർ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ഈ MDMA ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ്നസും കാര്യങ്ങളും നിങ്ങൾ ബിൽഡ് ചെയ്യുക. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കുക. അതല്ലാതെ നിങ്ങൾ ഡ്രഗ്സ് MDMA അല്ലെങ്കിൽ ജോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിറകെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ അത് ഭയങ്കര സന്തോഷം തരും. പക്ഷെ ലോങ് ടൈമിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തൊലച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു ബിൽഡ് എ സർവൈവൽ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ ഒരു കംപ്ലീറ്റ് അതോറിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കാര്യം, അതിൻ്റെ ഒരു ലീഡർഷിപ്പ് നിങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം അതിനുള്ള ഒരു സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും വേറൊരാളെ ബ്ലെയിം ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ ഓപ്പർച്യൂണിറ്റി സ്വയം കണ്ടെത്തിയിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോകും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു നിങ്ങൾക്കൊരു പ്രൊജക്റ്റിൻ്റെ പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആക്ഷൻസ് എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പ്ലാനിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വേൾഡ് മുഴുവൻ, അതായത് നിങ്ങളുടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ റിലേറ്റീവ്സ് എന്നുണ്ടെങ്കിലും നിങ്ങളൊരു സോഷ്യൽ ലൈഫ് എന്നാണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ എല്ലാവരും നിങ്ങളെ ഡൗട്ട് ചെയ്യും. നിങ്ങളെ ചെയ്യുന്ന കാര്യത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സമയത്തും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട്, അതായത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു വിൽ വിൻ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾ തന്നെ കൊടുക്കുക. കാരണം വേറൊരാൾ റെസ്പോൺസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ റെസ്പോൺസ് ചെയ്യുന്നതൊക്കെ കാത്തിരിക്കാതെ നിങ്ങൾ സ്വയം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സർവൈവിങ് അലോൺ എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് മെയിനായിട്ട്. നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആവുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. വേറൊരാളെയും നിങ്ങളെ ബ്ലെയിം ചെയ്യാതെ അല്ലെങ്കിൽ വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ സ്വയം ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.